Good afternoon, everyone. Today we are going to learn a new chapter. So here I'm sharing the screen, but you can look at your textbook also. So here is your new chapter. What's the title of this chapter? ഇതിന്റെ ടൈറ്റിൽ എന്താ? The Owl and the Pussycat. The Owl and the Pussycat. Owl and the Pussycat. The Owl and the Pussycat. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിക്കാം. Stories can also be in the form of songs and poems. Now listen to a poem that tells the story of an owl and a pussycat. അപ്പോൾ സ്റ്റോറീസ് എന്ന് പറയുന്നത് നമുക്ക് പാട്ടായിട്ടും പോയംസ് ആയിട്ടും ഒക്കെ നമുക്കത് വായിക്കാനും എഴുതാനും എല്ലാം പറ്റും. ഇവിടെ ഈ കൊടുത്തിട്ടുള്ള ഈ ഒരു കവിത, ഈ ഒരു പോയം that tells the story of an owl and a pussycat. ഈ ഒരു ഇതെന്ന് പറയുന്നത്, ഈ ഒരു കവിത എന്ന് പറയുന്നത് ഒരു ഔളിനെയും പുസിക്കാറ്റിനെയും കുറിച്ചുള്ള ഒരു കവിതയാണ്. അവൾ എന്താ? മൂങ്ങയും പൂച്ചയും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഡു യു തിങ്ക് ദ കാറ്റ് ആൻഡ് ദ ഓൾ ആർ ഗോയിങ് ടു ഡു? വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ഇപ്പൊ ഇവരെ ഈ ഒരു പിക്ചർ കണ്ടല്ലോ. അപ്പൊ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവരെന്ത് ചെയ്യാനാ പോകുന്നത്? എന്തായിരിക്കും? യാത്ര പോകാൻ. ബോട്ടിംഗ്. യാത്ര പോകാൻ സർ. ബോട്ടിംഗ്. ആ, ബോട്ടിംഗ് ആയിരിക്കാം. റൈറ്റ്. വേർ ആർ ദേ ഗോയിങ്? വൈ? അവരെങ്ങോട്ടായിരിക്കാം പോയിട്ടുണ്ടാവുക? അല്ലെ എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടായിരിക്കും? ഐലൻഡില് അല്ല, ഏതെങ്കിലും ഒരു ഐലൻഡ്. ഏതെങ്കിലും ഒരു ഐലൻഡില്. ഏതെങ്കിലും ഒരു ഐലൻഡില് അല്ലോ. ഓക്കെ, ഏതെങ്കിലും ഒരു ഐലൻഡിലായിരിക്കും. അവരുടെ കയ്യിൽ എന്തൊക്കെയാ ഉള്ളേ? അതില് നോക്കിയേ. ഹണി. പിന്നെ വേറെ ഒരു ബോട്ടിൽ പീ ഗ്രീൻ ഗിറ്റാർ. ഓക്കെ, അപ്പോ അവര് ചിലപ്പോ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പോകുന്നതാവാം, അല്ലെ? പാർട്ടിക്കോ അല്ലെങ്കിൽ അവര് ഒരു ഇപ്പോ അവരുടെ ഇൻസ്ട്രുമെന്റ്സും എല്ലാം ഉണ്ട്. അപ്പോ എൻജോയ് ചെയ്യാനും എല്ലാത്തിനും കൂടെ അവർ പോകുന്നതാവാം. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. സോ ഹു ഈസ് ദ ഓഥർ ഓഫ് ദിസ് പോയം? എഡ്വേർഡ് ലിയർ. അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് പോവാം. Okay. The owl and the pussycat went to sea in a beautiful pea green boat. They took some honey and plenty of money wrapped up in a 5-pound note. അതായത് the owl and the pussycat, ഔളും പുസിക്കാറ്റും went to sea, അവർ കടലിലേക്ക് പോയി, in a beautiful pea green boat. അതായത് പീ ഗ്രീൻ, പയറിന്റെ ആ ഒരു പച്ച കളറുള്ള ഒരു ബോട്ടില് അവര് സീയിലേക്ക് പോയി. They took some honey and plenty of money. അവരുടെ കയ്യില് കുറെ ഹണി ഉണ്ട്, പിന്നെ and plenty of money, അവരുടെ കയ്യിൽ ധാരാളം പൈസയും, അല്ലെ കുറച്ച് പ്ലെന്റി, ആവശ്യത്തിലധികം പൈസയും ഉണ്ട്. wrapped up in a 5-pound note. ഒരു 5 പൗണ്ട് നോട്ടില് അവരിതൊക്കെ പൊതിഞ്ഞ് വച്ചിട്ടുണ്ട്. The owl looked up to the stars above and sang to a small guitar, "Oh lovely kitty, oh kitty, my love, what a beautiful kitty you are. You are, you are. What a beautiful kitty you are." അപ്പോൾ ഇവിടെ നമ്മുടെ അവളുടെ കയ്യിൽ ഒരു ഗിറ്റാർ ഇരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോ അവൾ ആകാശത്തേക്കൊക്കെ നോക്കിയതിന് ശേഷം ആ സ്മോൾ ഗിറ്റാർ എടുത്ത് പാടാൻ തുടങ്ങി. ഓ ലവ്ലി കിറ്റി, സ്നേഹം നിറഞ്ഞ പൂച്ചക്കുട്ടി. ഓ കിറ്റി മൈ ലവ്, എന്റെ സ്നേഹമുള്ളവളെ. വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ.
എത്ര മനോഹരിയാണ് നീ. യു ആർ വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ. അപ്പൊ നീ എത്ര മനോഹരിയാണ്. അപ്പൊ ആ ഒരു മനോഹരി എന്നുള്ള ആ ഒരു ഇതിന് തന്നെയാണ് ആ ഒരു 4 വരിയിലായിട്ട് എലാബറേറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ, ഇത്രയും മനസ്സിലായോ? മനസ്സിലായി സർ. മനസ്സിലായി. മനസ്സിലായി. He said the old മനസ്സിലായി. elegant fowl. How charmingly sweet you sing. The kitty said to the owl. അപ്പോ ഇത്രയും നേരം ഓൾ കിറ്റിയെ കുറിച്ച് പാടുകയായിരുന്നു. അപ്പോ തിരിച്ച് കിറ്റി പറയുകയാണ്, യു എലിഗന്റ് ഫൗൾ, വളരെ ഭംഗിയുള്ള പക്ഷി. എലിഗന്റ് ഫൗൾ, ഭംഗിയുള്ള പക്ഷി. ഫൗൾ മീൻസ് പക്ഷി. ഹൗ ചാമിംഗ്ലി സ്വീറ്റ് യു സിംഗ്, എത്ര നന്നായാണ് അല്ലെങ്കിൽ എത്ര ആകർഷകരമായാണ് നീ പാടുന്നത്. ഹൗ ചാമിംഗ്ലി സ്വീറ്റ്, എത്ര മാധുര്യമുള്ളതും ആകർഷകമായതും ആയ രീതിയിലാണ് യു സിംഗ്, നീ പാടുന്നത്. ഓ ലെറ്റ് us be married, അതായത് നമുക്ക് കല്യാണം കഴിക്കാം. Too long we have tarried means താഴെ കൊടുത്തിട്ടുണ്ട് വെയിറ്റഡ്. അതായത് താഴെ മീനിങ് നോക്കിയാൽ ടാരിഡ് എന്ന ആ പേജിന്റെ അവസാനം തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ഓൾഡ് ഇംഗ്ലീഷ് ആണ്. പ്രത്യേകിച്ചും ഇത് 18th സെഞ്ചുറിയിൽ എഴുതിയ കവിതയാണ്. അപ്പൊ ആ ഒരു ഓൾഡ് ഇംഗ്ലീഷ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എത്ര നാളായി കല്യാണം കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബട്ട് വാട്ട് ഷാൽ വി ഡു ഫോർ എ റിംഗ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാര്യം കല്യാണം കഴിയണമെങ്കിൽ റിങ് മാറണമല്ലോ. അപ്പോ റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർ എ ഇയർ ആൻഡ് എ ഡേ. അപ്പോ അവര് ഇങ്ങനെ തുഴഞ്ഞു പോവുകയാണ്. എത്ര ദൂരം, എത്ര നാൾ? ഒരു വർഷവും ഒരു ദിവസവും അവരിങ്ങനെ തുഴഞ്ഞു പോവുകയാണ്. To the land where the bong tree grows. Bong tree means നമ്മുടെ വലിയ മരങ്ങൾ. അതായത് ഈ ഒരു പ്രോപ്പർ മീനിങ് പറഞ്ഞാല് ഈ ബനിയൻ ട്രീ, ആൽമരം എന്ന് പറയാം. അപ്പോ ആൽമരങ്ങളുടെ നാട്ടില് and there in a wood a big wing stood. അവിടത്തെ ആ ഒരു കാട്ടില് ഒരു പന്നി നിപ്പുണ്ടായിരുന്നു. പിഗ്ഗി വിഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് പന്നി തന്നെ. അപ്പോ പന്നികളുടെ ആ ഒരു നാട്ടില് അവിടെ ഉണ്ട്. അപ്പൊ with a ring at the end of his nose, with a ring at the end of his nose. അപ്പോ അവര് പറയാ ആ ഒരു with the ring at the end of his nose. അപ്പോ ആ പന്നിയുടെ മൂക്കിന്റെ തുമ്പത്തിരിക്കുന്ന മോതിരം വെച്ച് കല്യാണം കഴിക്കാം. അവിടെ വെച്ച്, ആ നാട്ടിൽ വെച്ച് കല്യാണം കഴിക്കാം. അടുത്ത പേജ് എടുത്തോ. Dear pig, are you willing to sell for 1 shilling your ring? അപ്പൊ പിഗിനോട് ചോദിക്കുകയാണ്, ആർ യു വില്ലിംഗ് ടു സെൽ ഫോർ 1 shilling? 1 shilling എന്ന് പറയുന്ന മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല അല്ലെ? ഓക്കെ. അപ്പൊ ഷില്ലിംഗ് എന്ന് പറയുന്നത് ആ ഒരു ബ്രിട്ടീഷ് യൂണിറ്റ് ഓഫ് മണി. സാർ ഏറ്റവും അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അടിയിൽ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്, ഷില്ലിംഗ്. ഓക്കെ, അതൊക്കെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ടെക്സ്റ്റ് വായിച്ചപ്പോ കണ്ടു, പക്ഷെ എനിക്ക് ഇതിൽ കൊടുക്കുക ഷില്ലിംഗ്, ഈ യൂണിറ്റ് ഓഫ് മണി യൂസ്ഡ് ഇൻ ബ്രിട്ടൻ. ഞാൻ പറയില്ല. അപ്പൊ ആ ഒരു ബ്രിട്ടീഷിലെ ഒരു യൂണിറ്റ് ഓഫ് മണി, അതിനെയാണ് ഷില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഷില്ലിങ്ങിന്, ഒരു യൂണിറ്റ് ഓഫ് മണിക്ക് നീ നിന്റെ മൂക്കിന്റെ തുമ്പത്തുള്ള ആ ഒരു മോതിരം, റിംഗ് എനിക്ക് തരാമോ എന്ന് ആരാ ചോദിക്കുന്നേ? ആരായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഓക്കെ, അത് ആരാണെന്ന് ഇവിടെ കറക്റ്റ് ആയിട്ട് ഇവിടെ പറയുന്നില്ല. ഇപ്പോ മിക്കവാറും അത് കിറ്റി ആയിരിക്കാം, അല്ലെ അവളെ ചിലപ്പോ രണ്ടുപേരും കൂടെ ചേർന്ന് ചോദിച്ചിട്ടുണ്ടാവും. അതിവിടെ പറയുന്നില്ലല്ലോ. അപ്പൊ അവര് ചോദിച്ചു, നീ ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ അവരവിടെ ചോദിക്കുകയാണ്, നിനക്ക് ഈ ഒരു 1 shilling
ഈ ഒരു എമൗണ്ട് ഓഫ് മണിക്ക് എനിക്ക് ഈ ഒരു മോതിരം തരാമോ, നിന്റെ മൂക്കിന്റെ തുമ്പത്തുള്ള ആ ഒരു റിങ് തരാമോ? സെറ്റ് ദ പിഗ്ഗി ഐ വിൽ. അപ്പോൾ പിഗ്ഗി എന്ത് പറഞ്ഞു? ഐ വിൽ, എനിക്ക് തരാൻ പറ്റും. സോ ദേ ടുക്ക് ഇറ്റ് അവേ ആൻഡ് വെയർ മാരീഡ് നെക്സ്റ്റ് ഡേ. അപ്പോ അവരെന്ത് ചെയ്തു? അതിനെ വാങ്ങിച്ചു. എന്നിട്ട് അടുത്ത ദിവസം അവര് കല്യാണം കഴിച്ചു. By the turkey who lives on the hill, they dined on mince and slice of quince. അപ്പോ അവിടെ ടർക്കികൾ ജീവിച്ചിരുന്ന ആ ഒരു ഹില്ലിൽ വെച്ച് അവരവിടെ കല്യാണം കഴിച്ചു. എന്നിട്ട് അവരവിടെ ഡൈൻഡ്, അതായത് ഡിന്നർ കഴിക്കുക. എന്തൊക്കെയാ? മിൻസ്, അതായത് മിൻസ് ഇറച്ചി കഷ്ണവും, അതുപോലെ സ്ലൈസ് ഓഫ് ക്വിൻസ്, അതായത് ഫ്രൂട്ട്സിന്റെ പീസസ്, അതുപോലെ ഫ്രൂട്ട്സ് കളക്ട് ചെയ്തതും, പിന്നെ അത് ഇറച്ചി, അതാണ് മിൻസ്. അപ്പൊ ഇറച്ചി കഷ്ണവും ഇതുമെല്ലാം കഴിക്കുകയാണ്. ഡിന്നർ കഴിച്ചു. വിച്ച് ദേ ഏറ്റ് വിത്ത് എ റൺസിബിൾ സ്പൂൺ. അപ്പോ റൺസിബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോർക്കാണ്. അപ്പൊ ഫോർക്ക് പോലെ ആയിരിക്കും. ഫോർക്ക് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആ ഒരു ലെങ്തിന്, അല്ലെ ആ ഒരു മൂർച്ചയുള്ള സാധനം വരുന്നത്, ആ ഒരു എഡ്ജ് എന്ന് പറയുന്ന, ആ ഒരു എൻഡ് എന്ന് പറയുന്നത് കറക്റ്റ് ലെങ്ത് ഉണ്ട്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ, ഈ ഒരു റൺസിബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പൂണിന്റെ ഷേപ്പും കാണും, അതിന്റെ അറ്റത്ത് ആ ഒരു ഫോർക്കിന്റെ ഷേപ്പും കാണും കേട്ടോ. അതാണ് റൺസിബിൾ സ്പൂൺ എന്ന് പറയുന്നത്. ആൻഡ് ഹാൻഡ് ഇൻ ഹാൻഡ് ഓൺ ദ എഡ്ജ് ഓഫ് ദ സാൻഡ് they danced by the light of the moon, they danced by the light of the moon. അപ്പോ ഇത് ഫുഡ് കഴിച്ചു. എന്നിട്ട് അവരെ കൈയൊക്കെ കോർത്ത് ആ ഒരു സാൻഡില്, അവര് ആ ഒരു തറയില്, ചിലപ്പോ ഇതായിരിക്കുമല്ലോ, അവര് കടലിൽ കൂടെയൊക്കെയാണ്, ബോട്ടിലൂടെയാണ് പോയത്. അപ്പൊ അതൊരു ഐലൻഡ് ആവാം, കടൽ തീരമാവാം. അപ്പൊ ആ ഒരു സാൻഡിൽ, അല്ലെ ഒരു ഹില്ലി ഏരിയ അവരോട് പറയുന്നുണ്ട്. അവരുടെ ഹില്ലി ഏരിയയില് അവരവിടെ എന്ത് ചെയ്തു? അവരവിടെ ഒത്തുചേർന്ന് ഡാൻസ് ചെയ്യുകയാണ്. അപ്പോ ആ ഒരു മൂണിന്റെ വെളിച്ചത്തില്, ലൈറ്റ് ഓഫ് ദ മൂൺ, അവിടെ ആ ഒരു മൂണിന്റെ വെളിച്ചത്തില് അവരവിടെ ഡാൻസ് ചെയ്യുകയാണ്. ഇതാണ് ഈ ഒരു കവിത. മനസ്സിലായോ? മനസ്സിലായി സർ. ഡൗട്ട് ഉണ്ടോ? മനസ്സിലായി സർ. മനസ്സിലായി. ഉറപ്പാണല്ലോ അല്ലേ? മനസ്സിലായി സാർ. കാര്യം ഈ ഒരു കവിത എന്ന് പറയുന്നത് എന്താ പറയുന്നേ, ഒരു പ്രോപ്പർ കവിതയെന്ന് നമുക്ക് പറയാനും പറ്റുന്നില്ല. എന്താ പറയാൻ, ഒരു കഥയെ ജസ്റ്റ് കവിത രൂപത്തിലാക്കിയപ്പോൾ ഇങ്ങനെ ആയി എന്നേ പറയാൻ പറ്റൂ. പിന്നെ പാട്ടിന്റെ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് the dance by the light of the moon, അതുപോലുള്ള കുറെ സെന്റൻസുകൾ അവർ ആഡ് ചെയ്ത്, ഹിസ് നോസ് with a ring at the end of his nose. അതുപോലെ തന്നെ യു ആർ വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ. അപ്പൊ അതുപോലെ കുറച്ച് ആഡ് ചെയ്തപ്പോ അതൊരു കവിതയായിട്ട് മാറി. ഇതാണ്. മനസ്സിലായോ? സാർ ഇടയ്ക്കിടയ്ക്ക് ഒരു കാറ്റിന്റെ സൗണ്ട് ആക്കണം. ഇപ്പൊ ഉണ്ടോ? ഉണ്ട്, ചെറുതായിട്ടുണ്ട്. സാർ ഇപ്പൊ ഉണ്ടോന്ന് ചോദിച്ചത് 2 തവണ പറഞ്ഞ? ഇല്ല, ഒരിക്കേ പറഞ്ഞുള്ളൂ. അല്ല, ഇങ്ങനെ 2 തവണ പറഞ്ഞതുപോലെ. ആണോ? അപ്പോ എനിക്ക് ഞാൻ നോക്കട്ടെ. ഓക്കെ, അപ്പൊ ഈ കവിത മനസ്സിലായോ? മനസ്സിലായി. സർ. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്താലോ? ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ സാർ. Okay, first question. Where did the owl and the pussycat go? എവിടേക്കാണ് അവര്, ആ ഒരു പുസി കാറ്റും ഔളും പോയത്? എവിടേക്കാ? ദേവാനന്ദൻ പറഞ്ഞേ, എവിടേക്കാ? എടാ, ഓക്കെ ഐലൻഡിലായിരിക്കും. പിന്നെ സീയിലേക്കല്ലേ പോയി?
സിയിലേക്കാണ് പോയത്. അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, അതാണോ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ ഫസ്റ്റ് സ്റ്റാൻസയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. The owl and the pussycat went to sea. കണ്ടോ? ഓക്കെ. What did they take with them? അപ്പൊ എന്തൊക്കെയാണ് അവരുടെ കൂടെ അവര് കൊണ്ടുപോയത്? എഴുതി പോട്ടാ സാർ, എഴുതി പോട്ടാ. എഴുതിക്കോ. അപ്പൊ ഞാൻ എന്റെ നോട്ട് അയച്ചു തരണോ ഇനി നിങ്ങൾ എഴുതുകയാണെങ്കിൽ? വേണ്ട. ബാക്കിയുള്ളവര് വേണ്ട. ഓക്കെ. ഇല്ല, പക്ഷെ എന്നാലും അയക്കേണ്ടി വരൂടാ. കാരണം ഇപ്പൊ ബാക്കിയുള്ളവരും ഉണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ചിലരെങ്കിലും ഇത് നോട്ടിന് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവര് കാണും. റെക്കോർഡ്. റൈറ്റ്. ഓക്കെ. അപ്പോ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദേ ടേക്ക് വിത്ത് ദം? എന്തൊക്കെയാ കൊണ്ടുപോയത്? ആദിത്യൻ എന്തൊക്കെയാ അവർ കൊണ്ടുപോയത്? ഹണി, ഗിറ്റാർ. ഗിറ്റാർ. അപ്പൊ ഗിറ്റാർ നമുക്ക് പറയേണ്ട കാര്യമില്ല. നമുക്ക് അവിടെ പറയുന്നത് എന്തുവാ? ഇത് plenty of money and they took some honey and plenty of money. അടുത്ത 3, how do the characters in the poem behave? As animals or as human beings? അപ്പോ അത് മനുഷ്യരായിട്ടാണോ? ഇപ്പൊ അവരെങ്ങനെയാണ് പെരുമാറുന്നത്? അത് മനുഷ്യരായിട്ടാണോ അതോ മൃഗങ്ങളായിട്ടാണോ? എങ്ങനെയായിട്ടാ? ഹ്യൂമൻ ബീങ്സ്. മനുഷ്യരെ പോലെ അല്ലേ? ഒരു പാട്ടൊക്കെ പാടി നമ്മുടെ ഇത് ഗിറ്റാറൊക്കെ വായിച്ച് ഒരു പൈസയൊക്കെ എടുത്തോണ്ട് പോയി. അപ്പോ അത് ഹ്യൂമൻ ബീങ്ങിനെ പോലെയാണ് പെരുമാറുന്നത്. ഓക്കെ. അത് what did the owl do to express his love? ആർക്കും കേട്ടൂടെ? ഓക്കെ. അപ്പൊ അവിടെ എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാ. ആർക്കാ ഇപ്പൊ കേട്ടൂടാത്തെ? സാർ ഇത് മ്യൂട്ട് ചെയ്യുമ്പോഴും ഒന്നും കേട്ടൂടാ, മ്യൂട്ട് ചെയ്യാത്തപ്പോഴും കേൾക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മ്യൂട്ട് ചെയ്യണ്ട. ചിലപ്പോ എന്താ നെറ്റ്വർക്കിന്റെ ആ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ. വാട്ട് ഡിഡ് ദ ഔൾ ഡു ടു എക്സ്പ്രസ് ഹിസ് ലവ്? സൂര്യ എന്താ പറഞ്ഞേ? എടാ അത് എവിടെയോ മ്യൂസിക് ഓൺ ആണോ എന്ന് ഡൗട്ട്. ഓക്കെ. വാട്ട് ഡിഡ് ദ ഔൾ ഡു? ഔൾ എന്താണ് ചെയ്തത്? ടു എക്സ്പ്രസ് ഹിസ് ലവ്, അവന്റെ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ഔൾ എന്താണ് ചെയ്തത്? എന്താ ചെയ്തത് സൂര്യ? ടെക്സ്റ്റിൽ നോക്ക്, ആൻസർ കിട്ടും. സൂര്യ പോയോ? സൂര്യ എന്തായാലും വീഡിയോ ഓഫ്, അതുകൊണ്ട് ഇത് എസ് ഓർ നോ പറയുന്നുണ്ടോന്ന് പോലും എനിക്ക് കാണാൻ പറ്റത്തില്ല. നമ്മുടെ ഇടയ്ക്ക് ഒരു അത് കിളിന്റെ സൗണ്ട് എനിക്ക് കേൾക്കാം. ഞാൻ അതാ നോക്കുന്നേ, ആരുടെ വീഡിയോയിൽ നിന്നാണ് ആ ഒരു സൗണ്ട് വരുന്നേന്നുള്ള കാര്യം. ഓക്കെ. അത് ഇപ്പോഴും കേൾക്കണ്? ഇപ്പോഴില്ലല്ലോ. ഇപ്പോഴുണ്ടോ? മ്യൂട്ട് ചെയ്തപ്പോ ഇല്ല. ഓക്കെ. അത് ആരുടെയോ ഇതിൽ വന്ന പ്രശ്നം. ഓക്കെ. അപ്പൊ സൂര്യ എന്താ പറഞ്ഞേ? വാട്ട് ഡിഡ് ദ ഔൾ ഡു? കണ്ടുകൂടാ, കേട്ടുകൂടാ. ആർക്കാ കണ്ടുകൂടാത്തെ? എനിക്ക് സാർ. സൂര്യ എന്തൊക്കെയോ. ഓക്കെ, കുഴപ്പമില്ല. ഇത് പറഞ്ഞു ഇപ്പൊ കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാം സാർ ഇപ്പൊ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൻസർ പറഞ്ഞു. വാട്ട് ഡിഡ് ദ ഔൾ ഡു ടു എക്സ്പ്രസ് ഹിസ് ലവ്? അവൻ അവന്റെ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് എന്താ ചെയ്തത്?
സാർ നോക്കിക്കോട്ടെ. ആ നോക്കിക്കോ, നോക്കിയിട്ട് പറയും. ടെക്സ്റ്റ് നോക്ക്. എന്താ ചെയ്തത്? നോക്കിയോ? കിട്ടിയില്ല സാർ. കിട്ടിയില്ല, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ആരാ പറയാ, ഇവിടെ നിജോ, നിജോ പറഞ്ഞേ. നിജോ പോയോ? സാർ അത് പുതിയ കുട്ടിയാണ്. എടാ, അങ്ങനെ ഒരാൾ നമ്മുടെ ലിസ്റ്റിലുണ്ട്. അപ്പൊ ഞാനും ഇന്നാണ് ആദ്യമായിട്ട് ക്ലാസ്സിൽ കാണുന്നത് കേട്ടോ. അപ്പോ നിജോ, നിജോ CB നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടിയാ. അപ്പോ കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നോ നിജോ? ഇല്ല ഇല്ല. ഇല്ല, അപ്പൊ പുതിയ കുട്ടിയായിരിക്കും കേട്ടോ. ഇല്ല. ഓക്കെ ഓക്കെ, അപ്പൊ പുതിയ കുട്ടിയായിരിക്കും. നിജോ പോയോ? നിജോ കേക്കാവോ? അൺമ്യൂട്ട് ചെയ്തേ. ആ പറഞ്ഞേ. പോയോ? പോയി സാർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബ്രഹ്മൻ വീഡിയോ ഓൺ ആക്കണം. വീഡിയോ ഓൺ ആക്കിയിട്ട് പറയും. പാട്ട് പാടി എന്താ? അവനും പോയോ? ക്വസ്റ്റ്യൻ ചോദിക്കുന്ന എല്ലാരും പോവുകയാണോ? സാർ വഴക്കുണ്ട് സാർ. ഓക്കെ, നിജോയ്ക്ക് ഇപ്പൊ കേക്കാവോ? ഇല്ല സാർ, ചെറുതായിട്ടൊക്കെ കേക്കാം. ഓക്കെ, ചെറുതായിട്ടൊക്കെ കേക്കാം. ഓക്കെ, നിജോ ആദ്യമായിട്ടല്ലേ ക്ലാസ്? പോയോ? വീണ്ടും പോയെന്ന് തോന്നുന്നു. ഓക്കെ, ഇല്ല, നിജോ ആദ്യമായിട്ടല്ലേ ക്ലാസ്സിൽ കയറുന്നേ? ഓക്കെ, ഇത് ഈ വർഷമാണോ സ്കൂളിൽ ജോയിൻ ചെയ്തേ? ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളായിട്ടോ. നിങ്ങളെല്ലാരും ഒരു ക്ലാസ്സിലുള്ളതാ. അതുകൊണ്ട് ഇത് നിജോയെ ആർക്കും അറിയത്തില്ല. നിജോയ്ക്കും ആരെയും അറിയത്തില്ലല്ലോ. ഇല്ല, അറിയില്ല. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ പരിചയപ്പെടാം കേട്ടോ. അപ്പോ ദേവനന്ദൻ അൺമ്യൂട്ട് പറയ്. അവള് sang to a small guitar. Okay, sang to a small guitar. Okay, അത് അങ്ങനെയാണ് അവളുടെ ആ ഒരു സ്നേഹം പ്രകടിപ്പിച്ചത്. അപ്പോ അത് ഊന്നി പറയാനായിട്ട് അവിടെ എന്തുണ്ട്? ടു എംഫസൈസ് ഇറ്റ്. അപ്പൊ അതിനെ ഊന്നി പറയാനായിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതെന്ന് പറയുന്നത് നമ്മളിപ്പോ വായിച്ചത്, അത് കവിതയിലുള്ളത്, അതിലുള്ള ആ ഒരു എക്സ്പ്രഷനാണ് നമ്മളിപ്പോ വായിച്ചത്. പക്ഷെ അതിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? എങ്ങനെയായിരിക്കും? പറയൂ ദേവാനന്ദൻ. അതെന്ന് പറയുന്നത് ടെക്സ്റ്റിലില്ല. ടെക്സ്റ്റിൽ നോക്കണം, ടെക്സ്റ്റിലില്ല. അല്ലാതെ ജസ്റ്റ് നീ നിന്റേതായ രീതിയിൽ ഇപ്പോ നിനക്കവിടെ മനസ്സിലായി അവിടെ ഈ നമ്മുടെ അവളല്ലേ, റൈറ്റ്, അവള് അവിടെ ഒരു ഗിറ്റാർ വെച്ച് പാടിയാണ് കിറ്റിയോട് തന്റെ സ്നേഹം അറിയിച്ചത് ആണല്ലോ. അപ്പൊ അതിനെ എങ്ങനെ നിനക്ക് അവിടെ നിനക്കൊന്ന് അതിനെ കുറച്ച് എംഫസൈസ് ചെയ്ത് പറയാൻ പറ്റും? അതിനെ കുറിച്ച് നിനക്ക് നിന്റേതായ രീതിയിൽ കൺവേർട്ട് ചെയ്ത് പറയാൻ പറ്റും? പാട്ട് പാടിയാണ്. അതായത് അപ്പൊ എങ്ങനെ പറയാം? ഓക്കെ, അപ്പൊ പാട്ട് പാടിയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ നമുക്ക് പറയാം, ഹി സങ് എ സ്വീറ്റ് സോങ് പ്രൈസിങ് ദ പുസി കാറ്റ്, അല്ലെങ്കിൽ പ്രൈസിങ് ദ ബ്യൂട്ടി ഓഫ് പുസി കാറ്റ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് അതിനെ
എംഫസൈസ് ചെയ്യാൻ പറ്റും. എംഫസൈസ് ചെയ്യാൻ മീൻസ് നമ്മൾ അതിനെ ഊന്നി പറയുന്നത്, അത് നമ്മുടേതായ രീതിയിൽ പറയുന്നതാണ്. അപ്പോൾ അവിടെ അവർ എങ്ങനെ പാടി, ഇപ്പൊ ഗിറ്റാർ ഉണ്ടായിരുന്നതുകൊണ്ട് ഗിറ്റാർ വായിച്ച് പാട്ടൊക്കെ പാടി അവളെ സോപ്പിട്ട് ഇത് അവളുടെ ബ്യൂട്ടിയൊക്കെ വർണ്ണിച്ച് പാട്ട് പാടി അല്ലേ. അപ്പൊ നമുക്കിവിടെ കവിതയിൽ ഇത്രേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് സങ് ടു എ സ്മോൾ ഗിറ്റാർ, ഇത്ര മാത്രമേ അവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളൂ. സങ് ടു എ സ്മോൾ ഗിറ്റാർ. അപ്പൊ അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക, അതാണ് അവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് കാണും. അതിപ്പോഴേ ഞാൻ പറയുക, കാര്യം ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതേണ്ടത്. അതുകൊണ്ട് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ലോങ് ഡിഡ് ദ ഔൾ ആൻഡ് ദ പുസി കാറ്റ് സെയിൽ? എത്ര കാലമാണ് നമ്മുടെ ഔളും പുസി കാറ്റും തുഴഞ്ഞത്? ഇത് പറയേണ്ടത് നിജോ പറഞ്ഞേ. നിജോ അൺമ്യൂട്ടേ. നിജോ പോയി. എടാ ഇത് ശരിയാവില്ല കേട്ടോ. ഇത് ഞാന് കറക്റ്റ് ആയിട്ട് ചോദ്യം ചോദിക്കുന്ന എല്ലാരും പോവയാ. നിജോ ഒളിച്ചു കളിക്കുന്നു. ഓക്കെ, സാരല്ല. ഓക്കെ, അപ്പോ ആരതി അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. ഹൗ ലോങ്, എത്ര നാളാണ് നമ്മുടെ ഔളും കാറ്റും ഇത് സെയിൽ ചെയ്തത്, അല്ലെങ്കിൽ കടലിലൂടെ പോയത്? എത്ര നാളാണ്? അൺമ്യൂട്ടേ ആരതി. ആരതി അവിടെ ഉണ്ടോ? സാർ എല്ലാരും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ മാറുകയാണല്ലേ. ഇത് ശരിയാവില്ല. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ എല്ലാരും ഒളിച്ചു കളിക്കുക. ഓക്കെ, അടുത്ത ലക്ഷ്മി പറഞ്ഞേ. എന്താ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. സാർ എന്തോ ഒരു സൗണ്ട് കേൾക്കണ്. എടാ അത് ഏതോ ഒരു മൈക്കിലെന്നോ എന്തോ ഒരു നെറ്റ്വർക്കിന്റെ ആ ഒരു ഇഷ്യൂല് വരുന്ന കേട്ടോ. അപ്പോ ഓക്കെ, അപ്പോ എ നിയർ ആൻഡ് എ ഡേ. ഒരു വർഷവും ഒരു ദിവസമാണ് അവരെ സെയിൽ ചെയ്തത്. ഓക്കെ, വേർ ഡിഡ് ദേ സെയിൽ ടു? വൈ? അവര് എങ്ങോട്ടാണ് സെയിൽ ചെയ്തത്? എന്തിനേക്കാണ്? അവരെങ്ങോട്ടാ സെയിൽ ചെയ്തത്? എങ്ങോട്ടാ പോയത്? അത് സിയാൻ എങ്ങോട്ടാ പോയത്? ക്ലാസ്സിൽ സമയത്തിന് കയറിയില്ല. അൺമ്യൂട്ട് ആദ്യം അൺമ്യൂട്ട്. പറയ, അവരെങ്ങോട്ടാ പോയെ? ഒരു സീയിലേക്ക്. അത് സീയിലേക്ക് പോയി. ആ സീയിൽ കൂടെ അവർ എങ്ങോട്ട് പോയി? എവിടേക്ക് പോയി? അറിയില്ല. ക്ലാസ്സിൽ സമയത്തിന് കയറിയിരുന്നെങ്കിൽ അറിയുമായിരുന്നല്ലോ. നീ എവിടെ പോയിരുന്നു? ഓക്കെ, അടുത്ത എബിൻ പറഞ്ഞേ. ബോങ് ട്രീസ് ഉള്ള ഒരു ലാൻഡിലേക്ക്. എന്തിനാ പോയത്? റിങ് നോക്കി. അപ്പോ അവിടെ പിഗ് ഉണ്ട്. പിഗിന്റെ മൂക്കിലുള്ള റിങ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അവര് അങ്ങോട്ട് പോയത്. റൈറ്റ്. അടുത്ത്, ഹൗ മച്ച് ഡിഡ് ദേ പേ ഫോർ ദ റിങ്? അവര് എത്രയാണ് അവർ ആ ഒരു റിങ്ങിന് വേണ്ടിയിട്ട് ഇത് പേ ചെയ്തത്? അമൃത. അൺമ്യൂട്ട് ചെയ്തിട്ട്. അമൃത അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, അമൃത അൺമ്യൂട്ട് ചെയ്യുന്നില്ല. നിജോ അൺമ്യൂട്ട് ചെയ്തേ. നിജോയും അൺമ്യൂട്ട് ചെയ്യുന്നില്ല. ഒളിച്ചു കളിക്കണ? എനിക്ക് സംശയം ഉണ്ടടാ, എല്ലാരും ഒളിച്ചു കളിക്കുന്നു. അല്ല, ഈ വീഡിയോ കാണണം കേട്ടോ. അപ്പൊ ആരും ഉത്തരം പറയാതിരിക്കുന്നതൊക്കെ റെക്കോർഡഡ് ആവയാ. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ കാണണം.
നമ്മളെ പോലെ ധൈര്യമുള്ളവരാരും ഇല്ലല്ലേ? ആ അതാണ് സത്യം, നിങ്ങളെപ്പോലെ ധൈര്യമുള്ളവരാരും ഇല്ല. കാര്യം ഞാനും നിങ്ങളുടെ അടുത്ത് ചോദിക്കാത്തത് ഇപ്പൊ ജീവൻ, വൈഷ്ണവി, അശ്വിൻ, നിങ്ങളൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾ ചോദിച്ചാൽ ഉടനെ ഉത്തരം പറയുന്നവരാ. ബാക്കിയുള്ളവരാണെങ്കിൽ അവര് എപ്പോഴും മിണ്ടാതിരിക്കുന്നവരാ. ലൈക്ക് ദേവാനന്ദൻ, അവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ പറയും. എന്നാലും ദേവാനന്ദൻ ഇടയ്ക്ക് ഒരു അശ്രദ്ധ കാണിച്ചത് കൊണ്ടാണ് ഞാൻ അവന്റെ അടുത്തോട്ട് പോയത് അപ്പോഴും. ഓക്കെ, ആർഷ പറഞ്ഞേ. സാർ കേട്ടൂടാ. സാർ ആരെങ്കിലും ടി വി ഇട്ടിരിക്കണ? ടി വി എടാ സിയാ, നീ അൺമ്യൂട്ട് ചെയ്യല്ലോ കേട്ടോ. അവിടെ നിന്നാണ് എന്തോ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. അവിടെ ടി വി എല്ലാം ഉണ്ടോ? സിയാൻ പോയോ? ഇന്നിപ്പോ എല്ലാവരുടെ ചോദ്യം ചോദിക്കുന്നതും അവര് മുങ്ങയാ. സാർ ഒളിച്ചു കളി. സാർ നെറ്റ് ഭയങ്കര സ്ലോ, ഒന്നും ആവണില്ല. ഓ നെറ്റ്വർക്ക് ഓ അല്ല, അത് സിയാൻ പറഞ്ഞ ഒന്നും കേട്ടില്ല, കാര്യം മ്യൂട്ടഡാ. സാർ സ്റ്റക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. സാർ സ്റ്റക്ക് ആയിട്ട് ഇരിക്കുന്നത്. ബാക്കിയുള്ളവർക്കോ കുഴപ്പമില്ല, ക്ലിയർ ആണ്. അപ്പൊ ആദ്യത്തെ അവര് പറയുമ്പോഴൊക്കെ ക്ലിയർ ആവില്ല. ഓക്കെ, അപ്പൊ ആദ്യത്തെ അവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാട്ടോ. സാർ ഇപ്പൊ കുറച്ചു നേരത്തേക്ക് ക്ലാസ് കാണാൻ പറ്റിയില്ല. ഓക്കെ എടാ, കുറച്ച് ജീവൻ, ഇത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഏത് ക്വസ്റ്റ്യൻ വരെ നീ ഉണ്ടായിരുന്നു? സംസാരിക്കാത്ത എല്ലാരും അത് മ്യൂട്ട് ചെയ്തേ. സംസാരിക്കാത്ത എല്ലാരും. ഓക്കെ, ഇനി ജീവൻ പറഞ്ഞു. എത്ര പേര് ഉണ്ടായിരുന്നു? ജീവൻ അവിടെ നെറ്റ്വർക്കിന് നല്ല ഇഷ്യൂ ഉണ്ട് ഇന്ന്. ഓക്കെ, അപ്പൊ ആർഷ പറഞ്ഞു നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ഹൗ മച്ച് ഡിഡ് ദേ പേ ഫോർ ദ റിംഗ്? എത്രയാണ് അവര് റിംഗിലത്തേക്ക് പേ ചെയ്തത്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും. സാർ ഞാന് ടു എക്സ്പ്രസ് ഹിസ് ലവ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അത് ബാക്കി ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ആർഷ പറഞ്ഞു ഹൗ മച്ച് ഡിഡ് ദേ പേ ഫോർ ദ റിംഗ്? അൺമ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, ഇനി പറഞ്ഞു. എത്രയാ പേ ചെയ്തത്? സാർ എനിക്ക് അറിഞ്ഞൂടാ. ആർദ്രയ്ക്കോ? അവക്കൊന്നും അറിഞ്ഞൂടാ. രണ്ടു ദിവസം അറിയത്തില്ല. എന്ത് സന്തോഷത്തോടെ പറയുക, ഒന്നും അറിഞ്ഞൂടാന്ന്. ഓക്കെ, ഇത് അപ്പൊ ഇനിയുള്ളതാരാ? അശ്വിൻ പറഞ്ഞു. They sell it for 1 shilling. They sell it അല്ല, how much? അപ്പോ അവര് എത്ര കൊടുത്തു എന്നാ? ഇത്രയും പറഞ്ഞാൽ മതി. They paid. അപ്പൊ സെൽ അല്ല, paid 1 shilling of എന്താ 1 shilling for the ring. അപ്പൊ അവര് എത്ര രൂപയ്ക്ക് ചെയ്ത്? They paid. അവര് ഇത്ര രൂപ കൊടുത്തു എന്നത് പെയ്ഡ്. അപ്പൊ വാങ്ങിക്കുമ്പോഴല്ലേ കൊടുക്കുക. അപ്പൊ 1 shilling. അവിടെ ഷില്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇത് 1971 വരെ ആ ഒരു ബ്രിട്ടീഷ് കോയിന്, ആ ഒരു പൈസക്ക് പറയുന്ന ആ ഒരു ഒരു യൂണിറ്റ് ഓഫ് മണി, 1 യൂണിറ്റ് ഓഫ് മണി. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് അർത്ഥം നോക്കിയ ഷില്ലിംഗ്, എ യൂണിറ്റ് ഓഫ് മണി യൂസ്ഡ് ഇൻ ബ്രിട്ടീഷ് അൺടിൽ 1971. 1971 വരെ അവരങ്ങനെയാണ് പറഞ്ഞിരുന്നത് ഷില്ലിംഗ് എന്ന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ എക്സ്പ്രഷൻസ് which suggest that the poem has a happy ending. അപ്പോൾ ഇതിൽ നിന്ന് ഒരു എക്സ്പ്രഷൻ ഐഡന്റിഫൈ ചെയ്ത് ഒരു ഹാപ്പി എൻഡിങ്ങിലുള്ള ഒരു എക്സ്പ്രഷൻ ഇത് ഐഡന്റിഫൈ ചെയ്തേ. സാർ അവര് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോ ഓക്കെ, ഏറ്റവും ലാസ്റ്റത്തെ സെന്റൻസ് എന്താ? They danced by the light of the moon. Danced by the light of the moon. Okay, right.
അടുത്ത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ. അപ്പോൾ ഇടയ്ക്കുള്ള 2 ക്വസ്റ്റ്യൻ ജീവൻ ഉണ്ടല്ലോ ഇപ്പോൾ. ഓക്കെ പറയാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ലോങ് ഡിഡ് ദ ഔൾ ആൻഡ് ദ പുസി കാറ്റ് സെയിൽ? എന്തായിരുന്നു ജീവൻ? അവര് എത്ര ദൂരമാണ് പോയത്? ഹൗ ലോങ്, അതായത് എത്ര ദിവസം, എത്ര നാൾ അവര് സെയിൽ ചെയ്തു, അവര് കടലിലൂടെ യാത്ര ചെയ്തു? For a year and a day. ഫോർ എ ഇയർ ആൻഡ് എ ഡേ, ഒരു വർഷവും ഒരു ദിവസവും. അടുത്ത 6, വേർ ഡിഡ് ദേ സെയിൽ ടു? വൈ? വൈഷ്ണവി. കേട്ടില്ല സാർ. വേർ ഡിഡ് ദേ സെയിൽ ടു? അവരെങ്ങോട്ടാണ് പോയത്? എന്തുകൊണ്ട്? ബോങ് ട്രീസ്. ബോങ് ട്രീസ്. ബോങ് ട്രീസ് ഗ്രോസ്. ബോങ് ട്രീസ് ഗ്രോസിൽ, അതായത് ബോങ് ട്രീസ് ഉള്ള ഒരു കാട്, അവിടത്തേക്കാ പോയത്. ലാൻഡ് ഓഫ് ബോങ് ട്രീസ് ഗ്രോസ്. റൈറ്റ്. അപ്പൊ എന്തിനേക്കാ പോയത്? എന്തിനു വേണ്ടിയിട്ടാ പോയത്? ഫോർ റിംഗ്. ഫോർ ഗെറ്റിംഗ് റിംഗ്. റൈറ്റ്. ഓക്കെ, അത്ര തന്നെയാണ് ഈ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്കുള്ളത് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഇപ്പൊ സമയത്തായി 3. റൈറ്റ്. ഓക്കെ.